قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. സഹോദരന്മാരെ, ശഅബാൻ 15 രാത്രിയെ സംബന്ധിച്ച് ഖുർആനിൽ വരെ ഉണ്ട് എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഖുർആനിൽ പല സ്ഥലത്തുണ്ട് എന്നൊക്കെയാണ് പലരും എഴുതി വിട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശരിക്ക് 1996 ജനുവരി 5 ഇറങ്ങിയിട്ടുള്ള റിസാല എന്ന് പറയുന്ന സമസ്തക്കാരുടെ അഥവാ AP വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥികളുടെ മാസികയാണ്. 1996 ജനുവരി 5 അതിൽ എഴുതുകയാണ്. അതിൻ്റെ ലേഖനത്തിൻ്റെ പേര് തന്നെ പുണ്യങ്ങളുമായി ബറാത്ത് രാവ് എന്നാണ് അതിൻ്റെ ഹെഡിങ്. പുണ്യങ്ങളുമായി ബറാത്ത് രാവ് എന്ന ഹെഡിങ്ങിൽ ആദ്യ പാരഗ്രാഫ് തന്നെ എന്താ പറയുന്നതെന്നറിയോ? ബറാഅത്ത് രാവിൻ്റെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത്? വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത്? ശഅബാൻ 15 രാത്രിയുടെ മഹത്വം വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് തെളിവ് കൊടുത്തത് എന്താ? സൂറത്തു ദുഖാനിലെ ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന വാചകം വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, അത് ശഅബാൻ 15 രാത്രിയാണ് എന്ന അഭിപ്രായം അപ്രസക്തമാണ്, അത് അബദ്ധമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഈ ഖുർആനിനെ, ഈ സുവ്യക്തമായ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ. ഇതാണ് സൂറത്തു ദുഖാന്റെ തുടക്കത്തിൽ പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം. ആ പറയുന്ന രാത്രി ഏതാ? വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് മറ്റൊരു ആയത്ത് കൊണ്ട് വ്യാഖ്യാനിക്കും. ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ പറഞ്ഞ ഉസൂൽ എന്താണ്? അടിസ്ഥാനപരമായ നിയമമുണ്ട്. ഖുർആനിന്റെ ഒരായത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് പ്രധാനമായും മറ്റായത്തുകളിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഇവിടെ അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അത് പണ്ഡിതന്മാർ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ഏതാ? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. അതിൽ തന്നെയും ഒരു പ്രത്യേക രാത്രിയിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ എന്നിങ്ങനെ അല്ലാഹു വിശദീകരിച്ചിട്ടുള്ള ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ആ ഖദ്റിന്റെ രാത്രിയാവട്ടെ അത് റമളാനിലുമാണ്. അതുകൊണ്ട് സൂറത്തു ദുഖാനിൽ പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഫീ ലൈലത്തിൻ മുബാറക, ഈ മുബാറകത്തായ ലൈലത്ത്, ഈ അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതും പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ തന്നെയാകുന്നു എന്നാണ് മുഫസ്സിരീങ്ങളെല്ലാം രേഖപ്പെടുത്തിയത്. അതേ അവസരത്തിൽ കിരിമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അഭിപ്രായമുണ്ട്. അതെന്താ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? അത് ശഅബാന്റെ പകുതിയുടെ രാത്രിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാലോ ആ അഭിപ്രായത്തെ പണ്ഡിതന്മാര് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ കമാ റുവിയ അൻ ഇക്രിമത ഫഖദ് അബ്അദ നജഅത ഫഇന്ന നസ്സൽ ഖുർആനി അന്നഹാ ഫീ റമളാൻ. ആരെങ്കിലും ഈ ലൈലത്തുൻ മുബാറകത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഈ അനുഗ്രഹീതമായ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശഅബാൻ 15 രാത്രിയാണെന്ന് പറഞ്ഞാൽ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയണേ, ആരെങ്കിലും ഈ മുബാറകത്തായ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശഅബാൻ 15 രാത്രിയാണെന്ന് പറഞ്ഞാൽ ഏതുപോലെ? അദ്ദേഹം പറയണേ ഏതുപോലെ?
ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ, അത് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടില്ല. കമാ റുവിയ അൻ ഇക്രിമ, ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ, ഫഖദ് അബ്അദ നജ്അ, അവൻ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു. ഇത് ശഅബാൻ 15 രാത്രിയാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. കാരണം എന്താ? അദ്ദേഹം പറയാണ്, ഫഇന്ന നസ്സൽ ഖുർആനി, തീർച്ചയായും പരിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായ പ്രതിപാദനത്തിൽ വന്നിട്ടുണ്ട്, അന്നഹാ ഫീ റമദാൻ, അത് റമദാനിലാണെന്ന്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയത് പരിശുദ്ധ റമദാനിലാണ്. അത് തന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ്, അത് റമദാനിലാണ്. അപ്പൊ പിന്നെ അത് ശഅബാൻ 15 രാത്രിയാണ് എന്ന് പറയുന്നത് ശരിയല്ല. അത് സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. ഇത് തഫ്സീർ ഇബ്നു കസീർ. ഇനി തഫ്സീറുൽ ഖുർത്തുബി, നമ്മളെ വകയായിട്ട് പറയല്ല സുഹൃത്തുക്കളെ. ഇനി തഫ്സീർ ഖുർത്തുബിയിൽ കേട്ടോളൂ. ഫമൻ സഅമ അന്നഹു ഫീ ഗൈരിഹി ഫഖദ് അഅ്ളമൽ ഫിരിയത അലല്ലാഹ്, ആരെങ്കിലും വാദിച്ചാൽ അന്നഹു ഫീ ഗൈരിഹി, അത് റമദാനല്ലാത്ത മറ്റു മാസത്തിലാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഫഖദ് അഅ്ളമൽ ഫിരിയത അലല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പേരിൽ വമ്പിച്ച കളവാണ് പറയുന്നത്. കണ്ടോ, വലിയ കളവാണത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രല്ല അദ്ദേഹം ശേഷം പറയണം, അതുകൂടെ ശ്രദ്ധിച്ചോളൂ. വലൈസ ഫീ ലൈലത്തിൻ നസ്ഫി മിൻ ശഅബാന ഹദീസുൻ യുഅവ്വലു അലൈഹി ലാ ഫീ ഫദ്ലിഹാ വലാ ഫീ നസ്ഖിൽ അജാലി ഫീഹാ ഫലാ തൽതഫിതു ഇലൈഹാ. ശഅബാനിന്റെ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ച് അവലംബയോഗ്യമായ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. ഏതൊക്കെ വിഷയത്തിൽ? ലാ ഫീ ഫദ്ലിഹാ, ആ രാത്രിയുടെ പ്രത്യേകത, പ്രാധാന്യവും ശ്രേഷ്ഠതവും പറയുന്ന ഹദീസുകളോ, വലാ ഫീ നസ്ഖിൽ അജാലി ഫീഹാ, അന്നാണ് ബജറ്റ് അവതരണം നടക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ ഹദീസുകളിലും വന്നിട്ടില്ല. ഒന്നും തന്നെ ഒരൊറ്റ ഹദീസും സ്വീകാര്യയോഗ്യമായ നിലക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഫലാ തൽതഫിതു ഇലൈഹാ, അത്തരം ഹദീസുകളിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ ആരിൽ കൊണ്ടുവന്ന അയാൾക്ക് തിരിഞ്ഞു നോക്കരുത്. ഇതാരാ പറയുന്നത്? ഇതാരാ പറയുന്നത്? ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ അഭിപ്രായമാണ് നമ്മൾ ഈ കേട്ടത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ധാരാളം പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളിലായിക്കൊണ്ട് ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാനിൽ ഈ ശഅബാൻ 15 രാത്രിയെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലത്തുണ്ട് എന്നാ പറയുന്നത്. ഒരു സ്ഥലത്ത് തന്നെ അവിടെ രേഖപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, പല സ്ഥലത്തുണ്ട് എന്നാ പറയുന്നത്. എവിടെ? ഇതിന് പറയുന്നത് ഈ സൂറത്തു ദുഖാനിലെ ആദ്യ വചനം 96 ജനുവരി ലക്കത്തെന്നല്ല ഞാൻ വായിച്ചത്. ഇനി അദ്ദേഹം പറയാണ് ശഅബാൻ 15 എന്ന് ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പിന്നെ തുടർന്ന് എഴുതുന്നത്. എന്നാ പ്രബലമായ അഭിപ്രായം വേറെ അഭിപ്രായമാണെങ്കിൽ ഒരു അഭിപ്രായം പറയണ്ടേ? അത് മിണ്ടിയില്ല. ആ അഭിപ്രായത്തെ പറ്റി മൂപ്പര് മിണ്ടണമെന്നല്ല, മൂപ്പർക്ക് വേണ്ടത് ഇതാണ്. അപ്പൊ ഇത് മാത്രം എടുത്ത് പറയണം. അങ്ങനെ ഒരു പ്രബലമായൊരു അഭിപ്രായം എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞ ആ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം ഈ ലേഖനത്തിൽ എടുത്തു കൊടുത്തതുപോലുമില്ല. ഒരവസരത്തിൽ അപ്രസക്തമായ, ദുർബലമായ, തള്ളിക്കളയേണ്ടതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായത്തിന് വലിയ മുൻഗണന കൊടുത്തിട്ട് 96 ജനുവരി ലക്കം റിസാലയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ സുഹൃത്തുക്കളെ, ലക്ഷ്യം വളരെ വ്യക്തമാണ്.